11. Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah rabbil alamin. Assalatu wassalamu ala asyrafil makhluqin wa ala alihi wa sahbihi ajma'in, amma ba'd. Waqad qala fi rasulillahi sallallahu alaihi wasallam. Bismillahirrahmanirrahim. Laqad kana lakum fi rasulillahi sallallahu alaihi wasallam. وقد قال صلى الله عليه وسلم إنما بعثت لأتمم مكارم الأخلاق. അറിവ് പറഞ്ഞു തരുന്ന ഉസ്താദുമാരെ, സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുത്തുനബിയെ കുറിച്ച് അല്പം ഞാൻ പറയാം. നാഥൻ തുണക്കട്ടെ. ആമീൻ. സൗന്ദര്യ കൂട്ടാൻ മനുഷ്യർ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഉള്ളത്. ഈ കാലത്ത് സൗന്ദര്യത്തിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടാം. ജാബിർ ബിൻ സമ്രത്ത് റളിയല്ലാഹു പറയുന്നത് കാണാം. നല്ല നിലാവുള്ള രാത്രി ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അവിടുന്ന് ചുവന്ന വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ആ സമയത്ത് അവിടെ എത്തിച്ചു നിൽക്കുന്ന പൂർവ്വചന്ദ്രനേക്കാൾ സൗന്ദര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാത്തിനേക്കാൾ സൗന്ദര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. കത്തുന്ന വിളക്കിനോടൊപ്പം തങ്ങളുടെ നാലാത്തിനേക്കാൾ സൗന്ദര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. പ്രിയമുള്ള ഇക്കാക്കമാരെ, ഇത്താക്കമാരെ, സൗന്ദര്യത്തിൽ സ്നേഹിക്കുന്നത് നാം സ്നേഹിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. സൗന്ദര്യത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഗുണത്തിലും തങ്ങൾ തന്നെയാണ് ഒന്നാമൻ. തങ്ങളെ സ്നേഹിച്ച് തങ്ങളോടൊപ്പം സ്വർഗമിലേക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞതിന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.